നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൊല്ലം ജില്ലയിൽ മൂന്നിടത്ത് UDFിൻ്റെ പരാജയം ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോൽവി ഉറപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞത്? ഇതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ സംഭവം വളരെ സിമ്പിളാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വലിയ വെളിപ്പെടുത്തൽ നടന്നിരുന്നു. നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് മന്ത്രിസഭയിൽ ഇടം പിടിക്കാൻ പോകുന്ന ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു നേതാവാണ്. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ബിന്ദു കൃഷ്ണയ്ക്കെതിരായിട്ട് ഒരു വലിയ പ്രചരണം അവിടെ നടന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രചരണം നടന്നത് വേറൊന്നും കൊണ്ടല്ല, അവിടെ RSP എന്ന് പറയുന്ന, നമുക്കറിയാം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം RSPക്ക് വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം നമുക്ക് ഉണ്ട്. അത് തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കൊല്ലം മണ്ഡലത്തിൽ RSP എന്തോ അടിയൊഴുക്ക് നടത്തിയെന്നോ അവിടെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയെന്നോ ഒക്കെയാണ് പറയുന്നത്. അവിടുത്തെ എസ് ജയമോഹൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDFിൻ്റേതായി കൊല്ലം മണ്ഡലത്തിൽ, പ്രധാന മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. എന്നാൽ ഈ ജയമോഹൻ്റെ ടീമുകളും, അതായത് അവിടുത്തെ CPMും അതോടൊപ്പം RSPയും തമ്മിൽ കൊല്ലം ബീച്ച് ഹോട്ടലിൽ വെച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു അത്രേ. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ ആ ചർച്ചയിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും RSP വോട്ടുകൾ ജയമോഹനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ചർച്ചകളുമായിരുന്നു അവിടെ നടന്നത് എന്ന് ഇപ്പോൾ പരക്കെ കൊല്ലം ജില്ലയിൽ ഏതു മതിലിനോടും പുൽക്കൊടിയോട് ചോദിച്ചാലും പറയും എന്നുള്ളതാണ് അവസ്ഥ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ബിന്ദു കൃഷ്ണ അവിടെ കഴിഞ്ഞ തവണ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. അതായത് മുകേഷിനെ മുകേഷ് ജയിച്ച 2000 ചില്ലുവാനം വോട്ടിന് മാത്രമാണ് മുകേഷ് കഴിഞ്ഞ തവണ ജയിച്ചത്. അപ്പോൾ വീണ്ടും ഇത്തവണ മത്സരിക്കുമ്പോൾ തീർച്ചയായും തനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു അമിത ആത്മവിശ്വാസം ബിന്ദു കൃഷ്ണയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ബിന്ദു കൃഷ്ണ ഇത്തവണ മത്സരിച്ചത്. എന്നാൽ ഇപ്പം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ തോൽവിയുടെ ഉത്തരവാദിത്തം ആരുടെയെങ്കിലും തലയിലേക്ക് കൊണ്ട് ചാരേണ്ടതുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ EVM എന്തോ അട്ടിമറി നടക്കുന്നു എന്ന് നമ്മുടെ ചാണ്ടി ഉമ്മൻ കുറ്റം പറയുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ ജയിക്കേണ്ട മണ്ഡലമാണ് കേട്ടോ പുതുപ്പള്ളി. എങ്കിലും അത് ചങ്ങനാശ്ശേരി താലൂക്കിലേക്ക് EVM കൊണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ അട്ടിമറി നടന്നേക്കും എന്ന് പറയുന്ന ചില സൂചനകൾ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ആരുടെയെങ്കിലും തലയിൽ ചാരണമല്ലോ. ആ ചാരാൻ പറ്റിയ തല ഉള്ളത് സത്യത്തിൽ ഈ പറയുന്ന RSPയുടേതാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറി കോൺഗ്രസ്സുകാർ തങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് ബിന്ദു കൃഷ്ണ പറയില്ല. സോ UDFിലെ മറ്റൊരു ഘടകകക്ഷിയായ RSP ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ഒന്നും ആരും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ഉറപ്പിക്കാം. എന്നാൽ നമ്മൾ പരിശോധിക്കുമ്പോൾ RSPക്ക് അവിടെ വലിയ നേട്ടം തൊട്ടപ്പുറത്തെ മണ്ഡലമായ ഇരവിപുരത്ത് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. അവിടെയും ഈ പറഞ്ഞ വിഷ്ണുമോഹനോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് RSPയുടേത് അവിടെ നിൽക്കുന്നത്. തോൽവി ഉറപ്പിച്ച്, അതായത് ഇരവിപുരം സീറ്റ് നേരത്തെ തന്നെ ജയിച്ചു. നൗഷാദ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആ പറയുന്ന ഇരവിപുരം മണ്ഡലം LDF ജയിച്ച അവസ്ഥയിലാണ്. അത് പോട്ടെ. പിന്നീട് ഇനി നമ്മൾ സംശയത്തോടു കൂടി കാണേണ്ടത് ഷിബു ബേബി ജോൺ മത്സരിക്കുന്ന ചവറ മണ്ഡലമാണ്. ആ ചവറ മണ്ഡലം എങ്ങനെ സംശയത്തോടു കൂടി കാണാമെന്ന് ചോദിച്ചാൽ, ഇനി ബിന്ദു കൃഷ്ണയെ കൊല്ലത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട്, കാരണം വേറൊരു ഡീൽ അവർ പ്ലാൻ ചെയ്തിരുന്നു. വേറെ ഡീലെന്ന് വെച്ചാൽ ഇരവിപുരത്ത് RSPയെ തോൽപ്പിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ആ പറയുന്ന RSP വോട്ടുകൾ മറിച്ച് ഈ പറയുന്ന നൗഷാദിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചവറയിൽ ഈ CPM വോട്ടുകൾ ഷിബു ബേബി ജോണിൽ എത്തിക്കാമെന്ന് പറയുന്നൊരു ഡീല് നേരത്തെ ആലോചിച്ചിരുന്നു അത്രേ. എന്നാൽ ഇവിടെ നടന്ന ഡീല് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാലോ, അതായത് ഷിബു ബേബി ജോണിനെ അവിടെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ ബലി കൊടുത്തു എന്ന രീതിയിലും അങ്ങനെ ഒരു ഡീല് ഇവിടെ സംഭവിച്ചു കൂടായികയില്ല. കാരണം എന്ത് വന്നാലും ഇരവിപുരത്ത് RSPക്ക് പിടിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല. ഇരവിപുരത്തെ RSPക്കാർ എത്ര കൂട്ടിയാലും അവിടെ നൗഷാദിനെ പരാജയപ്പെടുത്തുക സാധ്യമല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കളി കൂടി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഒരു പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ, RSPയിലുള്ള വിശ്വാസം കോൺഗ്രസ്സുകാർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് RSPയിലുള്ള വിശ്വാസം പൂർണ്ണമായും UDFിൻ്റെ നേതൃത്വത്തിന് നഷ്ടപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോകുന്നു. ഇതിലൂടെ RSPയെ പതിയെ ചവിട്ടി പുറത്തേക്ക് വിടാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്.
അതായത് ഈ മെയ് 4 കഴിയുമ്പോൾ വോട്ട് വെട്ടി പൊട്ടിക്കുമ്പോൾ അതിൽ RSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു ചെറിയ നേട്ടമെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പോടുകൂടി രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നൊരു പക്ഷേ RSP എന്ന് പറയുന്ന ഒരു പാർട്ടി ഒഴിവായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് നടത്തിയ ചരടുവലിയുടെ ഭാഗമാണോ ഇതെന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല, RSP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എല്ലാ കാലത്തും നേട്ടമുണ്ടായിക്കൊണ്ടിരുന്നത് LDFിനോടൊപ്പം നിന്ന കാലഘട്ടത്തിലാണ്. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഒരു മന്ത്രി വരെ സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഈ പറയുന്ന RSP. എന്നാൽ ഇന്നത്തെ RSPയുടെ അവസ്ഥ എന്താണ്? ഇന്നത്തെ RSPക്ക് സംസ്ഥാന നിയമസഭയിൽ പോലും ഒരു അംഗമില്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയും. അപ്പോൾ ഇതിനെ മറികടക്കാൻ ഇനി എന്താ മാർഗമെന്ന് ചോദിച്ചാൽ, എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ സംസ്ഥാനത്ത് LDF തുടർ ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. RSPയുടെ ഒരു പ്രതിനിധി എന്തു തന്നെയാണെങ്കിലും കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് കോവൂർ കുഞ്ഞുമോൻ്റെ രൂപത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്തവണ കോവൂർ കുഞ്ഞുമോൻ മിക്കവാറും ഒരു മന്ത്രിയായി മാറാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ ഇടതുപക്ഷത്ത് നിന്ന് RSP എന്ന് പറയുന്ന ഘടകകക്ഷിക്ക് ഇത്തവണ ഒരു മന്ത്രിയെ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഈ കോവൂർ കുഞ്ഞുമോൻ നിരവധി തവണയായി കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പക്ഷേ ഇടതുമുന്നണി തയ്യാറാകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം എന്തു തന്നെയാണെങ്കിലും ഈ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന RSPയും കോൺഗ്രസും തമ്മിൽ ഒരു വലിയ തെറ്റലിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയുടെ വോട്ട് കുറേ അധികം ഇവിടെ നിന്ന് മറിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ മറിച്ച് ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ ജയമോഹനിലേക്ക് കൊണ്ട് എത്തിക്കാൻ RSPക്കാർ ശ്രമിച്ചു എന്നുള്ളതും ആ വാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള, കോൺഗ്രസും RSPയും തമ്മിലുള്ള ബന്ധം അതിശക്തമായി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒരു പക്ഷേ ഇത്തവണ ഒരു വിജയമൊന്നും ഉണ്ടാക്കാൻ RSPയെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ ഒരു വലിയ മാറ്റമായിരിക്കും, രാഷ്ട്രീയ മാറ്റത്തിന് ഒരു പക്ഷേ കൊല്ലം സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നതിൽ RSPക്ക് യാതൊരു മടിയുമില്ല. അതായത് RSPയുടെ അണികൾക്കോ പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ യാതൊരു മടിയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, RSP പൂർണ്ണമായും ഇടതുപക്ഷത്ത് നിൽക്കേണ്ട ഒരു പാർട്ടിയാണ്. അതൊരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്, ഒരു വിപ്ലവ പാർട്ടിയാണ്. ഈ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും RSPക്ക് ആഭിമുഖ്യമെന്നും ഇടതുപക്ഷത്തോട് തന്നെയാണ് എന്നുള്ള കാര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മുന്നണി മാറ്റം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇത്തവണ അവർ ഇടതുപക്ഷത്തിനോട് ഒപ്പം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിയമസഭയിൽ തങ്ങൾക്ക് പ്രതിനിധികളില്ല എങ്കിൽ തന്നെയും, അതല്ലെങ്കിൽ ഈ പറയുന്ന RSP ഒരു ലയനത്തിലേക്ക് പോയാൽ, അതായത് RSPL എന്ന് പറയുന്ന ഒന്നിലേക്ക് RSP ഒരു ലയനത്തിലേക്ക് പോയി കഴിഞ്ഞാലും സംഗതി വളരെ സ്മൂത്തായിരിക്കും. ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ചെയർമാൻ സ്ഥാനമോ അല്ലാന്നുണ്ടെങ്കിൽ PSCയുടെ ചെയർമാൻ സ്ഥാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ പിന്നീട് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം RSPക്ക് അറിയാം. കാരണം ഇപ്പോൾ തുടർഭരണത്തിൻ്റെ സാധ്യതകളാണ് ഏകദേശം ഒരു 71 മുതൽ 78 വരെയുള്ള സീറ്റുകൾ നേടി തുടർഭരണത്തിലേക്ക് ഇടതുപക്ഷം പോകും എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ ഇനിയും ഒരു പിടിച്ച് UDFിനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു വസ്തുത. കാരണം കൊല്ലം സീറ്റ് കൊണ്ട് മാത്രം പിന്നെ UDFിന് ഭരിക്കാൻ കയറാൻ കഴിയില്ലല്ലോ, ബാക്കി കുറേയധികം സീറ്റുകൾ കൂടി കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി തോൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു മുന്നണി മാറ്റം സാധ്യമാവുകയും ചെയ്യും. ഈ പറയുന്ന പോലെ ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ട് തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. പിന്നെ തന്നെയല്ല, എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ RSPയുടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി വിജയിപ്പിച്ച് സഭയിലേക്ക് എത്തിക്കാനും അതിലൂടെ ഒരു മന്ത്രിയെ കൂടി നേടിയെടുക്കാനും ഒക്കെ സാധിക്കും എന്ന് തുടങ്ങിയ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ RSP നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണ ജയിക്കില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. അതോടൊപ്പം തന്നെ ചവറ മണ്ഡലത്തിലെ കാര്യം തുലാസിലാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.